നിന്റെ ഓ അമ്മയെ തന്നെയാണല്ലോ ടാർഗറ്റ് ചെയ്യുവാണ്. അയ്യോ ഓ ഇതെല്ലാം ഫേക്ക് അക്കൗണ്ട്സ് എന്ന് വരുന്നത് എല്ലാം അമ്മേനെ തന്നെയാണല്ലോ വിളിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു നേഹ തക്കു ഒരു പെണ്ണിന്റെ അക്കൗണ്ട് ഒന്നും വന്നിട്ടുണ്ട്. അത് പെൺകുട്ടികളുടെ പ്രൊഫൈൽ വെച്ചിട്ടുള്ള ഫേക്ക്. ഓക്കെ ഇത് ഭയങ്കര പ്രശ്നമാണ് സത്യമായിട്ടും. എന്തായാലും എനിക്ക് പറയാനുള്ളത് ലയ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എത്രയും പെട്ടെന്ന് ലയക്ക് ഒരു എന്താ പറയുക നീതി കിട്ടട്ടെ. ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റരുത്. പിന്നെ എനിക്ക് എന്തായാലും പറയാനുള്ളത് ഒരു 19-20 വയസ്സിൽ തന്നെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഏൺ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ, എല്ലാവരും പേരൻസിൻ്റെ തണലിൽ നിൽക്കേണ്ട പ്രായത്തിൽ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് അമ്മയ്ക്കും അനിയത്തിയും ഒക്കെ നോക്കുന്ന ഒരാൾ, ആൻഡ് എന്താ പറയുക അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നല്ലപോലെ സംസാരിക്കുന്ന ഒരാൾ, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് പലരും മേ ബി വീട്ടിലിരിക്കും, ബട്ട് എത്ര നന്നായിട്ടാണ് ലയ സംസാരിക്കുന്നത്. അപ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. മാക്സിമം നോക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ ഒരാൾ വീണ പിന്നെ മൊത്തത്തിൽ വീഴും. അതെ. അപ്പൊ ലയ എന്തായാലും എപ്പോഴും അമ്മേനെ ആലോചിക്കും. അമ്മ എത്ര ഇഷ്ടമുള്ള ആളല്ലേ. അച്ഛൻ ലയനെ ആയിരിക്കും. ഞാനും ഏറ്റവും കൂടുതൽ അടിയാണെങ്കിലും ഞങ്ങൾ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്. അതെ, അമ്മയും ഞാനും ആയിക്കോട്ടെ, അനിയത്തി ആയിക്കോട്ടെ. അത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ ഇത്രയും കടന്ന് എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടി മാത്രമല്ല, ഇനി ഒരു പെൺകുട്ടിക്കെതിരെ ഇങ്ങനെ ഒരു സാധനം വരരുത്. അത് സഹിക്കത്തില്ല. സത്യം പറയാനുള്ളൂ. ചേച്ചിക്ക് ഇത് സഹിച്ചോ? ഇല്ല. ചേച്ചീൻ്റെ ആണെങ്കിൽ ഇങ്ങനെ ഒരു കമന്റ് വരുന്ന ചേച്ചി എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. ചെയ്യത്തില്ലേ? മിണ്ടാതിരിക്കുവോ? റീച്ച് നോക്കി നിൽക്കുവോ? എന്നിട്ട് എൻ്റെ വരുന്ന അവൻ്റെയാണ് നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. എനിക്ക് റീച്ച് അല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് ഇവൻ ആരാന്നറിയണം. നാളെ എതു വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പോവാം. കമ്മീഷണർ ഓഫീസിൽ തന്നെ പോയി കൊടുക്കാം. എനിക്ക് ഇനി വയ്യ. എനിക്ക് ഇനി സഹിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. മനസ്സിലായി.